ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ ശ്രീനഗർ ഗുൽമർഗ് കശ്മീർ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കശ്മീരുമായി റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ ഹോട്ടൽ റിവ്യൂസാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ കൊളോയ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഗുൽമർഗിലെ ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിനെ കുറിച്ച്, ഈ ഹോട്ടലിൻ്റെ റൂംസ് എങ്ങനെയാണ്, ഈ ഹോട്ടലിൻ്റെ വ്യൂ എന്താണ്, ഫുൾ മഞ്ഞുമൂടി കിടക്കാട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കൊളോയ് ഗ്രീൻ എന്നുള്ള പ്രോപ്പർട്ടി കേട്ടോ. കൊളോയ് ഗ്രീൻ ഹൈറ്റ്സ് എന്ന പേര്, KOLAHOI ഗ്രീൻ. ഇത് ആ സൈഡിലായിട്ട് ഖൈബർ റിസോർട്ട് തന്നെ കേട്ടോ. അവിടെ ഖൈബർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. മുകളിലേക്ക് നോക്കി മഞ്ഞ് മൂടി കിടക്കുന്ന ഫുള്ളായിട്ട്. ഇതാണ് ഗുൽമർഗിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ്. ഇവിടെ നിന്നാണ് ഗോണ്ടോള റൈഡും കാര്യങ്ങളെല്ലാം ഉള്ളത് കേട്ടോ. സോ നമ്മളിത് ഇവിടെയാണ് ഇന്ന് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പറയാം. ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ. അവിടെ ഫുൾ പാർക്കിംഗ് കാണാം ആ സൈഡിൽ നിങ്ങൾക്ക്. ഇതൊക്കെ ചെറിയ ഇഗ്ലൂസാണ്. ഇവർ പ്ലാസ്റ്റിക്കിന് ഫൈബറിൽ ചെയ്തിരിക്കുന്നതാണ്. ഉള്ളിലെ തണുപ്പ് വരാം. അപ്പോൾ മഞ്ഞ് കാലത്ത് നല്ല സ്നോഫോളുള്ള സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ സ്നോ വന്ന് വീണ് കിടക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് 3-4 ഡേയ്സ് മുമ്പ് നല്ല സ്നോ ഉണ്ടായിരുന്നു. ഇടയിൽ ഒരു ദിവസം ചെറുതായിട്ടൊന്ന് പെയ്തു എന്ന് പറഞ്ഞു. പ്രോപ്പർട്ടി ഉള്ളിൽ പോയി നോക്കാം. ജസ്റ്റ് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഓഫീസ് ഏരിയ. ഇത് വന്നിട്ട് ഇവിടെ ഒരു ലോഞ്ച് ഏരിയ പോലെയാണ്. ഈ ലോഞ്ചിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല എല്ലാ ഫ്ലോർസും കാർപ്പറ്റഡാണ് കേട്ടോ. എല്ലാം വുഡാണെന്ന് വെച്ചാൽ ചെയ്തിരിക്കുന്നത്. 2016 ഈ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഹെറിറ്റേജ് ഫീൽഡാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം ഹീറ്റേഴ്സാണ് കേട്ടോ. കാശ്മീരി കാർപ്പറ്റ്സ് ആണ്. അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. എല്ലാ ഫർണിച്ചേഴ്സും ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ആർട്ടിക്കിൾസാണ്. നമ്മുടെ കാശ്മീർ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ള ആർട്ടിക്കിൾസാണ്. നല്ല റിസോർട്ട്സിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണിത്. വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വൈഡായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സൈഡൊക്കെ വളഞ്ഞിരിക്കുന്നത് കേട്ടോ. മാക്സിമം സ്പേസ് ഒക്കെ എടുത്തിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടെ. റെസ്റ്റോറൻറ്റ് ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പ്രെഡ് ഉണ്ട്. ഈവൻ ഇന്ത്യൻ ഫുഡിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഫുഡുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് കേരളയുടെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളും എല്ലാം അങ്ങനെ സൗത്തും നോർത്തും എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഫുഡാണ്. അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇനിയിപ്പം അത് വേണ്ട ബ്രെഡ് ബട്ടർ ജാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ചപ്പാത്തി ഓൺ ഓർഡറും ഉണ്ട്. നമുക്ക് ടേബിളിൽ നമുക്ക് വേണ്ടതിനും ഫ്രൂട്ട്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ ഇതിന് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും തോന്നില്ല. പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള വ്യൂ, നമ്മൾ ഇരുന്ന് പോകും റെസ്റ്റോറൻറ്റിൽ. അത്രയും രസമാണ് ഈ റെസ്റ്റോറൻറ്റ്. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്ന അതേ വ്യൂ തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന്. കുറച്ചുകൂടി നമ്മുടെ ഈ ഇതുണ്ടല്ലേ നോക്കി, ഇപ്പോൾ ഗ്രീനറിയാണ് കംപ്ലീറ്റ്. അവിടെ കാണുന്നത് ആ ഗോൾഫ് കോഴ്സാണ്. ഫുൾ ഗ്രീനറിയാണ്. പക്ഷേ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ചുറ്റും ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത്രയും രസമാണ്. അപ്പോൾ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് പോകും അവിടെ. ഈ സൈഡിലെ വ്യൂ എന്ന് പറയുന്നത് ഇഗ്ലൂവിൻ്റെ വ്യൂ. നേരത്തെ ഫൈബറിൻ്റെ ഇഗ്ലൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വ്യൂ ആണ്. നല്ല സൂര്യവെളിച്ചം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലബ് റൂം കാറ്റഗറി. നമ്മൾ താമസിക്കുന്ന റൂമാണ്. താമസിക്കുന്ന റൂം മുഴുവൻ അലമ്പാക്കിയിട്ടുള്ളതുകൊണ്ട് ഒരു ഫ്രഷ് റൂമിൻ്റെ വീഡിയോ എടുത്താണ്. അവർ നമുക്ക് ഒരു ഫ്രഷ് റൂം തന്നാണ് കേട്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സ്പേഷ്യസ് ആയ റൂമാണ്. ഇപ്പോൾ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. ഇവിടെ നല്ല ഹോട്ടൽസെല്ലാം നമുക്ക് നല്ല സ്പേഷ്യസ് ആയ റൂം കാണും. ഈ പെയിൻറ്റിങ്സൊക്കെ എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ നല്ല പ്ലേസസാണ്. പഴയ ഫോട്ടോസാണ് ഇതെല്ലാം. ലോക്കൽ പ്ലേസസിൻ്റെ ഫോട്ടോസാണ്. ഇത് ഭയങ്കര രസമാട്ടോ. ഇവിടെ നിന്നുള്ള ഗോൾഫ് വ്യൂ ആണ് ഇവിടെ വ്യൂ കിട്ടുന്നത്. ഇതുണ്ടോ, ഗോൾഫിൻ്റെ വ്യൂ ആണ്. ഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ഒരു ഹെലിപ്പാഡും ഉണ്ട്. ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുകയാണ് മഞ്ഞ് കാരണം. നിലത്തൊക്കെ മഞ്ഞ് കാണാം നിങ്ങൾക്ക്. ഇവിടെ ഫുൾ മഞ്ഞാണ്. അപ്പം ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ ബ്ലൂം ചെയ്ത് ഈ ഗോൾഫ് കോഴ്സ് ഭയങ്കര പച്ചപ്പായിരിക്കും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞങ്ങളുടെ റൂമിൽ നിന്ന് കുറച്ചുകൂടി മഞ്ഞിൻ്റെ വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ബെഡ് സ്പേസ് ഒക്കെ വളരെ നല്ലതാണ്. ഇത് ഏകദേശം ഒരു 12,000 റുപ്പീസാണ് ഈ റൂമിൻ്റെ സൈസിന് വരുന്നത്. പക്ഷേ ഈ ക്ലബ് റൂം വെർത്താണ് കേട്ടോ. നമുക്ക് ഓഫ് സീസണിലൊക്കെ ഒരു 8,000 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല വെർത്തായിട്ടില്ല. കാരണം ഗോണ്ടോള റൈഡിന് ഏറ്റവും അടുത്താണ് ഈ പർട്ടിക്കുലർ ഹോട്ടൽ കിടക്കുന്നത്. നമുക്ക് ഇവിടുന്ന് പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാനും സിറ്റിയുടെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിടേക്കും ഇവിടുന്ന് പോകാനും ആക്സസും വളരെ നല്ലതാണ്. അപ്പം TV, കെറ്റിൽ എല്ലാം ഒരു നല്ല റിസോർട്ടിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് കെറ്റിലുണ്ട്, കോഫിയും പൗഡേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബാത്റൂം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്.
അവരുടെ തന്നെ ഇതുണ്ടോ, ഇത് ബ്രഷാണ്. അവരുടെ ബ്രഷ്, കോം എല്ലാം തന്നിട്ടുണ്ട്. ബാത്റൂം സ്പേസ് ഭയങ്കര വലുതല്ല, പക്ഷേ ഉള്ള സ്പേസിൽ അവർ ചെയ്തിട്ടുണ്ട്. ഹീറ്റേഴ്സാണ് എല്ലാ റൂമിലും, നല്ല ഹീറ്റേഴ്സ് ആണുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ഹീറ്ററാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഹീറ്ററാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു റൂമിന് എപ്പോഴും ഇത് ഗ്യാസ് വഴിയാണ് തോന്നുന്നു, ഗ്യാസിൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും റൂം. അപ്പോൾ റൂമിന് എപ്പോഴും ഹീറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ എല്ലാ കാറ്റഗറി ഒരേ തന്നെയാണ്. കുറച്ച് വ്യത്യാസം ഉണ്ടാവുക ഇതിൻ്റെ വ്യൂവിലും പിന്നെ സൈസ് ഓഫ് റൂമാണ്. സ്റ്റാൻഡേർഡ് റൂം ആകുമ്പോൾ കുറച്ച് സെക്കൻഡ് കാറ്റഗറിയാണ്. 2 കാറ്റഗറീസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡിന് കുറച്ചുകൂടി റേറ്റ് കുറയും. ഇപ്പം സീസണാണെങ്കിൽ കിട്ടാൻ പാടാണ് സ്റ്റാൻഡേർഡ് റൂം. ക്ലബ് റൂമാണ് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് റൂം കാറ്റഗറി. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ. ഇതുണ്ട്, അവിടെ ഒരു വില്ലയുണ്ട്, ഫുൾ മഞ്ഞ് മൂടി കിടക്കുക. മറ്റേത് നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചുകൂടി ഒരു റോഡ് വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്കുള്ള വ്യൂ ചോദിച്ച് വാങ്ങിക്കാം. ഭയങ്കര രസമുള്ള വ്യൂ ആയത്. മുകളിലേക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകാം നമുക്ക് കുറച്ച് ദൂരം. ഇതാണ് കൊളോയ് ഗ്രീനിൻ്റെ ഐസ് വ്യൂ. ഇവിടെ നിന്ന് നല്ല ഐസൊക്കെ വീണ് കിടക്കുകയാണ്. പ്രോപ്പർട്ടി വ്യൂ കണ്ടോ, നമുക്കിങ്ങനെ മുകളിലോട്ട് കയറി പോവാം. ഇവിടെ ഫുൾ സ്കീ ചെയ്യാം. നമ്മൾ ഈ റിസോർട്ട് വന്ന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്ക്. അങ്ങനെ അത്രയും രസമാണ് ഇവിടെ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ട്രക്ക് ചെയ്ത് വന്നാൽ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ എത്തും. മുകളിലോട്ട് ഒരുപാടുണ്ട്, ചുമ്മാ ഇതുവരെ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഭയങ്കര രസമാണ്. ഇവിടെ ഇതുണ്ടോ, വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. താഴെ കൂടെ ഡ്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് നോക്കി, ഇവിടെ ഇങ്ങനെ വന്ന് മഞ്ഞൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുക, ഗ്ലേസിയേഴ്സൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുക. ഇനി ഗുൽമർഗ് ഫ്ലവേഴ്സിന് താഴെ വരാമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് കേട്ടോ, ഇവിടെ മുഴുവൻ പൂക്കളാവും ഇനി കുറച്ച് കഴിയുമ്പോൾ. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും. ഇവിടെ നിന്ന് ഇനി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറണം. അവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അത് ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഹോട്ടൽസ് അവിടെ ഉണ്ട്. ഹോട്ടൽസ് ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. എല്ലാ വുഡ് ഹൗസസാണ്. അതതിൻ്റെ അത്രയും ഭംഗി ഉണ്ടോ, എന്ത് രസമാണ്. മരങ്ങൾ ഈ സമയത്ത് ഇല പൊഴിഞ്ഞു തുടങ്ങും. ഇനി നന്നായി പൊഴിഞ്ഞ് ഇനിയിപ്പം ഗ്രീനറി ആയി മാറും. ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നല്ല ഫുൾ ഗ്രീനറി ആയി അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഗുൽമർഗ്. അപ്പോൾ ഗുൽമർഗിൽ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മെയിൻ ഗോണ്ടോളയാണ്. നിങ്ങൾ ഗോണ്ടോള ബുക്ക് ചെയ്യുന്ന സമയത്ത് ചില ടിപ്സ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഗോണ്ടോള ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 15th 30th മാത്രമേ ഗോണ്ടോള ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, എല്ലാ മാസവും. അപ്പോൾ രാത്രി കറക്റ്റ് വൈകുന്നേരം 6 മണിക്ക് ഓപ്പൺ ആവും. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ഓപ്പൺ ആവും. ചില ദിവസങ്ങളിൽ 12 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി അതിൽ അവരുടെ ഗോണ്ടോള ഞാൻ ഇതിൽ ലിങ്കിലിടാം, അവരുടെ വെബ്സൈറ്റ് ലിങ്ക്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം, മിസ്സാകരുത്. ഗോണ്ടോള അടിപൊളിയാണ്. പറ്റിക്കഴിഞ്ഞാൽ രണ്ട് ഫേസ് ഉണ്ട് ഗോണ്ടോളയ്ക്ക്, 2 ഫേസും ബുക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലെ ദൂത് പത്രി നല്ലൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ എന്തായാലും ഹോഴ്സ് റൈഡ് എടുക്കണം. നമ്മളെ ഇങ്ങനെ ഗ്ലേസിയേഴ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഒരു സ്ഥലമാണ്. സോൻമാർഗ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നു. കാരണം അവിടെ പോയി നമുക്ക് ആകെ 0 പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ. അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു സ്കോർപ്പിയോയും ഒരു ഇന്നോവയും കഴിഞ്ഞ ദിവസം മഞ്ഞിനുള്ളിലേക്ക് തെന്നിപ്പോയി. അപ്പം ഫുൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ അതല്ലാത്ത കിടിലൻ പ്ലേസസ് ഉണ്ട് അവിടെ. അതൊക്കെയും ഇപ്പം ഈ ഒരു സമയത്ത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്പണായി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. കാശ്മീരിൻ്റെ അവസാനത്തെ വില്ലേജ് അവിടെയാണ്. ഒരു നല്ല ഗ്ലേസിയർ പോണ്ട് ഉണ്ട് അവിടെ, മഞ്ഞൊക്കെ ഉരുകിയിട്ടുള്ളൊരു പോണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഞങ്ങളവിടെ പോയപ്പോൾ ഈ സ്കീ റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്കീ റൈഡിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ സ്കീ റൈഡ് ചെയ്താലും ഇവരെ ഏജൻസ് വന്ന് നമ്മളെ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് വെറുപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മളവിടെ കൊണ്ടുപോയി പറ്റിക്കാൻ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ ടോക്കൺസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു മെയിനായിട്ട് ഇന്നലെ ചെയ്തത് നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ശ്രീനഗറിനെ വന്നു. എല്ലാം ശ്രീനഗറിൽ നിന്ന് വന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡിസ്റ്റൻസാണ്. സോൻമാർഗ് മാത്രമാണ് ഒരു 100 കിലോമീറ്ററോളം വേണ്ടത്. അതും 1 വേ ആണ്. ബാക്കിയെല്ലാം പെട്ടെന്ന് എത്തും. ഇത് മാത്രം കുറച്ച് ടൈം എടുക്കും. ഒരു 2-2.5 മണിക്കൂർ എടുത്തു നമ്മളിവിടെ എത്താൻ. അപ്പോൾ പോണ വഴിക്ക് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുഡ് കഴിക്കാൻ നോക്കുക. അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ സോൻമാർഗ് പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പോകുന്ന വഴിക്ക് നല്ല സോൺമാർഗ് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിൽ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ പേര് വിട്ടുപോയി. അല്ലെങ്കിൽ സോൺമാർഗിൽ തന്നെ സൺഷൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കാർ ഡ്രൈവറോട് നിങ്ങൾ വളരെ ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് അയാൾ സംസാരിക്കുക. അപ്പോൾ അയാൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്പിൽ കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൊളോയ് ഗ്രീൻ ഹോട്ടൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ആസ് നോർമൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ പുതിയ നല്ല ഹോട്ടൽസ് കാണുമ്പോൾ ഇനി റിവ്യൂസ് ഇടാം. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇങ്ങനെ പോകാൻ പോകട്ടോ, ഇവിടെ ഇറങ്ങാൻ പോവാ.
താഴോട്ട് ഇറങ്ങാൻ പോകണേ. ആ